ഇവിടെ നടക്കുന്നത് ഒരു പിടിയില്ല. ഒരു വലിയൊരു ട്വിസ്റ്റ് ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ ട്രംപ് ആശാൻ. ഇത് കളിയാക്കാണോ, പുള്ളി ട്രോളാണോ, അതോ ഇതൊക്കെ ഉള്ളതാണോ എന്ന് അമേരിക്കക്കാർക്ക് പോലും ഒരു പിടിയില്ല. അവർ തന്നെ ഓരോ ആൾക്കാർ ഓരോന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് ചേർത്തി വായിച്ച് ഇതെന്താ പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ദിവസം പറഞ്ഞൊരു കാര്യമാണിത്. ഇറാൻകാർ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ തിരിച്ച് ആഞ്ഞടിക്കും എന്നാണ് ഇതിലുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇറാൻകാർ അമേരിക്കയുടെ ഒരു എയർബേസ്, ദോഹ ഖത്തറിലുള്ള ഒരു എയർബേസ് അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പുള്ളി നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യണം, തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ പോകണ്ടേ. പക്ഷേ പുള്ളി വന്നിട്ട് ഒരു ട്വിസ്റ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ബേസിക്കലി പറയുന്നത് മൊത്തം 14 മിസൈൽസ് വന്നു, 13 ഖത്തറി എയർ ഡിഫൻസ് സിസ്റ്റം പിടിച്ചിട്ടിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. ഒരെണ്ണം വീണിട്ടുണ്ട്, അത് കാരണം വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു അറ്റാക്ക് നടക്കുന്നതിന് മുന്നേ ഇറാൻകാർ US അമേരിക്കനെ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒരു മിസൈൽ അറ്റാക്ക് നടത്തും, നിങ്ങൾ ഒരുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞിട്ട്. അവർ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ അനുവാദം മേടിച്ചിട്ടാണ് ഈ അറ്റാക്ക് നടത്തിയെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിൽ കുറച്ച് കാര്യമുണ്ട്. അതായത് കുറേ മുന്നേ ഈ അറ്റാക്ക് നടക്കുന്ന 2-3 മണിക്കൂറുകൾക്ക് മുന്നേ ഖത്തർ എയർ സ്പേസ് അടച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഓൾറെഡി കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ പുള്ളി പറയുന്നത് അമേരിക്കക്കാരനെയൊക്കെ അറിയിച്ചിട്ടാണ് ഇത് അവർ ചെയ്ത് എന്നാണ് പറയുന്നത്. അതും പോലെ പുള്ളി ഇനി പറയുന്നത് ഇനി മുതൽ അങ്ങോട്ട് ഫുള്ള് സമാധാനമായിരിക്കും, സമാധാനത്തിൻ്റെ നാളുകളായിരിക്കും ഇനി അങ്ങോട്ട്. ഇനി ഇറാൻ ഇതൊരു ചാൻസ് ആക്കി എടുത്തിട്ട് അവരും എൻ്റെ പോലെ സമാധാനത്തിൻ്റെ വഴി വരണം എന്നാണ് പുള്ളി പറയുന്നത്. അല്ല ആശാനെ, അപ്പോൾ 2-3 ദിവസം മുന്നേ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്സ് ഒക്കെ തകർത്തത് അത് നിങ്ങളല്ലേ, ഇനി നിങ്ങൾക്കിപ്പോൾ സമാധാനം വേണോ? ഇയാളുടെ കാര്യം ഒരു പിടിയില്ല. ഇയാൾ ഓരോ സമയത്ത് ഓരോന്ന് പറയും. ഇതിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ, ഓരോ ആൾക്കാർക്ക് എന്താ മനസ്സിലാവുന്നത് അതങ്ങോട്ട് എടുക്കുക, അത്ര അവിടെ ചെയ്യാവുള്ളൂ.